വെൽക്കം ബാക്ക് ടു ഫാമിലി പാനടോക്സ്. ഇപ്പൊ നമ്മുടെ പന്നം യോയും അവരുടെ ആ ഒരു ബിൽഡിങ്ങിലുള്ള എല്ലാവരും ചേർന്ന് ഒരു ഫെസ്റ്റിവൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് നമ്മുടെ പന്നിന് ഒരു ഗിഫ്റ്റ് വരുന്നത്. അത് അവന്റെ കയ്യിൽ കൊടുക്കുന്ന വ്യക്തി എന്നാൽ അത് ആരാണ് കൊടുത്തയച്ചതെന്ന് പറയുന്നതേ ഇല്ല. അങ്ങനെ അവന് കിട്ടിയ ആ വൈൻ്റെ ബോട്ടിലുമായിട്ട് അവന്റെ റൂമിൽ ചെന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അത് വൈനല്ല, പകരം ഒരു മനുഷ്യന്റെ ബ്ലഡ് ആണെന്ന്. അങ്ങനെ അത് സോംചായാണ് അയച്ചതെന്ന് മനസ്സിലാക്കി അവൻ അത് ഒഴിച്ചു കളയുന്നുണ്ട്. അടുത്ത രംഗത്തില് നമ്മുടെ യോ ഫോണിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. ആരോ വന്ന് ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. അങ്ങനെ യാം ചെന്ന് ഡോർ ഓപ്പൺ ചെയ്യാണ്. അപ്പോഴാണ് അവിടെ സോംചായി എത്തിയിരിക്കുന്നത്. യാം ഇത് യോയോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ യോ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്, അവൾ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ വന്നത്, നിനക്ക് എന്താണ് ആവശ്യമെന്ന്. സോംചായി അവനോട് തനിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പേടിച്ചിട്ടാണെങ്കിലും അവൻ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് യോ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് ആവശ്യമെന്ന് ഇനി പറയാൻ. അങ്ങനെ സോംചായി അവനോട് ചോദിക്കുകയാണ് പന്നിന് എങ്ങനെയുണ്ടെന്ന്. ഇത് കേട്ട യോയും പന്നിന് സുഖമാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് സോംചായും ചോദിക്കുന്നത്, അപ്പൊ നീ ഇതുവരെയും റിയൽ ആയിട്ടുള്ള വാമ്പയർ പണ്ണിനെ ഇതുവരെയും കണ്ടിട്ടില്ലല്ലേ. എന്നിട്ട് അവനും പറയുന്നുണ്ട്, ഞാൻ അവന് കൊടുത്ത ആ മനുഷ്യന്റെ ബ്ലഡ് അവൻ ഇതുവരെയായിട്ടും കുടിച്ചു തീർത്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അങ്ങനെ യോയും മനസ്സിലാക്കാണ് ആ ബോട്ടിലില് വൈനല്ല, പകരം ബ്ലഡ് ആണെന്ന്. ഇത് പറഞ്ഞ ശേഷം സോംചായി അവനെ സ്മെൽ ചെയ്യാനും വേണ്ടിയിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ യോയും എനിക്കിപ്പോ പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. റൂമിലേക്ക് തിരിച്ചു ചെന്ന് യോ യാമിനോട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. കാരണം ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് നീ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാണ്. പിന്നീട് അവന്റെ റൂമിൽ അവൻ ബോയിയുമായിട്ടിരുന്ന് പഗിനെ വീഡിയോ കോൾ ചെയ്തിട്ട് സോംചായുടെയും ജഞ്ചയുടെയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പഗ് ചോദിക്കാണ്, ഈ 3 പേരിൽ ആരാണ് ആ മനുഷ്യനെ കൊന്നതെന്ന്. സോംചായി ആയിരിക്കാനാണ് സാധ്യതയെന്ന് യോ പറയുമ്പോൾ ബോയ് ജഞ്ചയെ സംശയിക്കുകയാണ്. കാരണം നടന്നിരിക്കുന്ന കൊല അവരുടെ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ജഞ്ച് ചെയ്യാനാണ് സാധ്യത കൂടുതലെന്നും ബോയ് പറയാണ്. ജഞ്ച ഒരു വാമ്പയർ ആണെന്ന് നമുക്ക് തീർച്ചയില്ല, പക്ഷെ എന്നാലും 100 വർഷത്തോളം നമ്മുടെ പന്നിനെ അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവളും ഒരു വാമ്പയർ ആവാനാണ് സാധ്യത. എനിക്കൊന്നറിയാൻ വയ്യ, അവൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും അടുത്ത് വന്നിരിക്കുന്നതെന്നും നമ്മളിൽ നിന്ന് അവർക്ക് എന്താണ് ആവശ്യമെന്നും എനിക്കറിയത്തില്ല എന്ന് യോ ചിന്തിക്കുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് അവരും ചിന്തിക്കുന്നത്. അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് കോളേജിലെ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഇവരെല്ലാരും പ്രിപ്പയർ ചെയ്യുമ്പോൾ ജഞ്ചയും അവിടെ എത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു പെണ്ണും അവിടെ എത്തിയിട്ട് താങ്ക് യു പറയുന്നുണ്ട് ജഞ്ചയോട്. അങ്ങനെ ഇവരും ചിന്തിക്കുകയാണ്, ആ പെണ്ണ് എന്തിനാണ് ഇപ്പൊ അവളോട് താങ്ക് യു പറഞ്ഞതെന്ന്. പിന്നീട് ബോയും പാക്കും ആ പെണ്ണിനോട് പോയി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ താങ്ക്സ് പറഞ്ഞതെന്ന്. അങ്ങനെ അവളും പറയാണ്, ഈ ഫെസ്റ്റിവൽ നടത്താൻ വേണ്ടിയിട്ട് ഒത്തിരിയധികം പൈസ അവൾ തന്ന് സഹായിച്ചു എന്ന്. ഇതേ സമയം നമ്മുടെ യോയുമായിട്ട് ജഞ്ച സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യോ അവളോട് നീ ഒരു വാമ്പയർ ആണോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവൾ സ്വന്തമായിട്ട് പറയാണ്, ഞാനും ഒരു വാമ്പയർ ആണെന്ന്. അങ്ങനെ ഇവർക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് സമയം കിട്ടുന്നതിന് മുന്നേ തന്നെ അവിടെ പന്നം പിന്നീട് നമ്മുടെ കായും എത്താണ് യോയ്ക്ക് ലഞ്ചുമായിട്ട്. പന്നിനോട് സംസാരിക്കാനായിട്ട് അവൾ ട്രൈ ചെയ്യുമ്പോൾ അവൻ അവളെ ഇഗ്നോർ ചെയ്യാണ്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവളും പറയുന്നുണ്ട്, ഇത് ഞാൻ പഠിക്കുന്ന കോളേജാ, അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തണമെന്നും പറയാണ്. പിന്നീട് ലഞ്ചൊക്കെ കഴിച്ച ശേഷം യോ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ആ ഒരു പെൺകുട്ടിയെ കാണാണ്. ജഞ്ചയോട് താങ്ക് യു പറഞ്ഞ പെൺകുട്ടിയെ. ഇത്ര ചൂടിലും അവൾ ആ കഴുത്തിൽ സ്കാർഫ് ഇട്ടിരിക്കുന്ന കാരണം എന്തോ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ളതായിട്ട് അവന് തോന്നുകയാണ്. നിന്റെ കഴുത്തിൽ എന്ത് പറ്റിയെന്ന് നമ്മുടെ യോ അവളോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഒരു കൊതുക് അടിച്ചാണെന്ന് പറയാണ്. അവളിത് പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിലും യോയ്ക്ക് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. കാരണം അന്ന് സോംചായി നമ്മുടെ പന്റെ കയ്യിൽ കടിച്ചപ്പോ അവന്റെ കയ്യിലുള്ള സെയിം പാട് തന്നെയാണ് ആ കാണുന്നതും. പിന്നീട് രാത്രിയില് പന്നും യോയും കായും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നേരം ഈ സെയിം പെൺകുട്ടിയെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യോയും അവളെ നിർത്തിയിട്ട് ചോദിക്കാണ്, നീ എന്നോട് സത്യം പറയും, നിന്റെ കഴുത്തിൽ എന്ത് പറ്റിയെന്ന്. അവള് വീണ്ടും കൊതുക് കടിച്ചാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറ, അത് വാമ്പയറിന്റെ കടികളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, വാമ്പയർ ഒന്നും റിയൽ ആയിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. എന്നാൽ യോയ്ക്ക് ഇതൊന്നും വിശ്വാസം വരാത്തോണ്ട് വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ പെണ്ണും അത് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ശരിയാണ്, എന്നെ കടിച്ചത് വാമ്പയർ ആണ്. ഇത് കണ്ട് ഷോക്കായ നമ്മുടെ യോ അവളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ വാമ്പയർ കടിച്ചു എങ്കിൽ നീ മരിക്കേണ്ടതാണ്, പക്ഷെ നീ ഇപ്പൊ മരിച്ചിട്ടില്ല, അത് മാത്രമല്ല ഒരു വാമ്പയർ ആയിട്ട് മാറിയതുമില്ല. ഇത് കേട്ട് ആ പെണ്ണും പറയുന്നുണ്ട്, ഞാൻ മനുഷ്യൻ തന്നെയാണ്, പക്ഷെ നീ ഈ കാര്യം മറ്റാരോടും പറയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. പിന്നീട് വീട്ടിൽ വെച്ച് നമ്മുടെ പന്നിനോട് യോ ചോദിക്കുന്നുണ്ട്, അവളെ വാമ്പയർ കടിച്ചിട്ടും അവൾ എന്തുകൊണ്ട് മരിക്കാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം മരിക്കുന്നതും. പൻ പറയാണ്, കാരണം അവരുടെ ബ്ലഡ് പോകുന്നത് സ്റ്റോപ്പ് ആവാത്തത് കൊണ്ടായിരിക്കാം. വാമ്പയർ കടിക്കുന്ന മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് കുഴപ്പമില്ല, പക്ഷേ ആ മുറിവ് ഉണങ്ങാതെ ബ്ലഡ് അതിനകത്തൊന്ന് പൊയ്ക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ മരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. യുവൻ ചോദിക്കാണ്, എനിക്ക് പിന്നെ സിനിമയിലും കാർട്ടൂണിലും ഒക്കെ കാണുന്നത് പോലെ എന്തുകൊണ്ടാണ് വാമ്പയർ ആയിട്ട് മാറാത്തത്. ഇത് കേട്ട് നമ്മുടെ പന്നും പറയാണ്, ഒരു നല്ല വാമ്പയർ മനുഷ്യന്റെ ബ്ലഡ് കുടിക്കാറില്ല എന്ന്. കാരണം അങ്ങനെ മനുഷ്യന്റെ ബ്ലഡ് കുടിച്ചു കഴിഞ്ഞാൽ താനല്ലാതായിട്ട് മാറി വളരെ ഡേഞ്ചറസ് ആയി മാറും. യുവൻ ചോദിക്കുന്നുണ്ട്, ഈ ബ്ലഡ് കുടിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടാവുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അത് കുടിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിക്കാണ്. അപ്പൊ പന്നും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബ്ലഡ് കുടിക്കുമ്പോഴാണ് കുറച്ചുകൂടി എനർജി കിട്ടുന്നത്, ഇനി അങ്ങനെ ഞങ്ങൾ അത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനേ കഴിയില്ല എന്നും പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ യോ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഞാൻ അറിയാതെ സീക്രട്ട് ആയിട്ട് ബ്ലഡ് കുടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പൊ പന്നും അവന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് നിന്നെ സ്മെല്ല് ചെയ്താൽ മാത്രം മതി, അത് എനിക്ക് മറ്റൊരു തരത്തിലുള്ള വലിയ
എനർജി തന്നെ തരുമെന്ന് പറഞ്ഞ് അവനെ സ്മെല് ചെയ്യാണ്. എനിക്ക് നിന്റെ കൂടെ കുറെ കാലം ജീവിക്കണം എന്നും പറയുമ്പോ നമ്മുടെ യോ പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ട്, സോംചായ് പറഞ്ഞത് 1000 വർഷം മാത്രമേ നിനക്ക് ജീവിച്ചിരിക്കാൻ പറ്റൂ എന്ന് പന്നിനോട് പറഞ്ഞത് നമ്മുടെ യോ ചിന്തിക്കുകയാണ്. നിനക്ക് 1000 വർഷത്തെ ലൈഫ് സ്പാൻ ഇല്ലേ, എങ്കിൽ പിന്നെ ഇപ്പൊ എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പോഴാണ് അവന്റെ റിയൽ ഏജ് പറയുന്നത് എനിക്ക് 925 വയസ്സായെന്ന്. യോയും പറയുന്നുണ്ട് നമ്മൾ മരിക്കുന്ന സമയവും ഏകദേശം ഒരുമിച്ചാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് മരിക്കാമെന്നും അവൻ പറയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കിസ് ചെയ്യാണ്. ഈ സമയം നമ്മുടെ പൻ വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ യോ ആണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് പന്നിനെ കിസ് ചെയ്യാൻ അത്രയ്ക്ക് വളരെ ഇഷ്ടമാണോ അവനോട് എനിക്ക് തോന്നുന്നത് എന്ന് സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ് അവൻ. പിന്നീട് ഉറങ്ങാൻ കിടക്കുന്ന നമ്മുടെ യോയെ കണ്ണെടുക്കാതെ പൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവനും ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പോവുകയാണോ എന്ന്. പന്നും സമയം വളരെ കുറവാണെന്ന് പറയുമ്പോൾ നമ്മുടെ യോ പറയുന്നുണ്ട് 75 വർഷം ഇനിയും കിടപ്പുണ്ട്, അതുകൊണ്ട് അതത്രയ്ക്ക് സമയം കുറവല്ല എന്ന് പറയാണ്. പക്ഷെ നമ്മുടെ പന്ന മനസ്സിൽ സങ്കടത്തോടെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കിനി 2 ദിവസം മാത്രമേ ഉള്ളൂ, അതിനുശേഷം ഞാൻ ജഞ്ചയുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച എത്ര പെട്ടെന്നാണ് പോയതെന്ന് അവനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയം രാത്രിയിൽ വേറൊരു പെണ്ണിനെ കാണിക്കുകയാണ്. പല രംഗങ്ങളിലായിട്ട് ഇവളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവളുടെ പേരാണ് ഗ്യോസ. ഇവർ താമസിക്കുന്ന സെയിം ബിൽഡിങ്ങിൽ തന്നെയാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മൂമ്മയുമായിട്ട് അവൾ നമ്മുടെ റെസ്റ്റോറന്റിലൊക്കെ എത്താറുണ്ട്. കായെ കുറെ ഹെൽപ്പും ചെയ്യാറുണ്ട്. സോംചായ് ഇപ്പൊ അവളെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ബ്ലഡ് കുടിക്കാൻ തോന്നുന്നു, നിങ്ങൾ ഇന്ന് റെസ്റ്റോറന്റും ഓപ്പൺ ചെയ്തില്ല, നിന്റെ കയ്യിൽ ബ്ലഡ് ഉണ്ടോ എന്ന് ചോദിച്ച് അവളെ കടിക്കാനായിട്ട് ചെല്ലുകയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ആ ഒരു ആന്റി പെട്ടെന്ന് തന്നെ ഓടി വരികയാണ് അവിടെ. എന്നിട്ട് അവളോടും അവിടെ ഓടി രക്ഷപ്പെടുക, ഞാനിവനെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അവരവനിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവസാനം അവരുടെ ചോര കുടിക്കുകയാണ് നമ്മുടെ സോംചായ് അവിടെ എത്തിയെന്ന് മനസ്സിലാക്കി നമ്മുടെ പന്ന അവന്റെ അടുത്തേക്ക് ചെല്ലാണ്. ഈ ബിൽഡിങ്ങിൽ ആൾക്കാരെ വെറുതെ ഉപദ്രവിക്കരുത് എന്ന് സോംചായോട് അവൻ പറയുന്നുണ്ട്. സോംചായ് പറയാണ്, ഞാൻ ഇത് നിർത്താൻ പോകുന്നില്ല, ഞാൻ ഇത്രയും കാലവും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇതൊക്കെ എന്റെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോ എന്നൊക്കെ പറഞ്ഞ് അവൻ ചിരിക്കുകയാണ്. നീ ഇതൊക്കെ നിർത്താനും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പൻ ചോദിക്കുന്നത്. നിനക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോടെ എന്ന് പൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, എനിക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്, ഭയങ്കര ഫണ്ണാണ് ഇവിടെ. രണ്ടുപേരുടെ പ്രണയം എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നതെന്ന് കാണാനും വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ദേഷ്യത്തിൽ നമ്മുടെ പൻ മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവനും പറയുന്നത്, ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം, എന്റെ ആനിയന്റെ കല്യാണം കാണാൻ ഈ ചേട്ടന് ഒത്തിരി ആഗ്രഹമില്ല, പക്ഷെ അത് ആരുടെ കൂടെ ആയിരിക്കും, ജഞ്ചയുടെ കൂടെയാണോ യോയുടെ കൂടെയാണോ, അതാണ് എന്റെ ഡൗട്ട് എന്നും പറയാണ്. നിന്റെ പ്രണയ ജീവിതം എപ്പോഴും തകരാറിലാണല്ലോ എന്ന് പറഞ്ഞ് അവൻ ചിരിക്കുമ്പോഴാണ് പന്ന അവന്റെ ദേഷ്യത്തില് അവന്റെ വാമ്പയറിന്റെ പല്ലുകളൊക്കെ കാണിക്കുന്നത്. ഇവരിൽ നിന്ന് സംസാരിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയുള്ള മതിലിന്റെ ബാക്കില് നമ്മുടെ യോ ഇതൊക്കെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് മനസ്സിലാക്കാണ് പന്നിന്റെ സ്വന്തം ചേട്ടനാണ് സോംചായ് എന്ന്. നെക്സ്റ്റ് ഡേ നമ്മുടെ പന്നും യോയും കൂടെ ടെമ്പിളില് ഒരു ഡേറ്റിന് പോയിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ പന്നവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഏലിയൻസിനോട് ഇത്രയ്ക്ക് ഇഷ്ടം എന്താണെന്ന് നിനക്ക് അറിയാമോ, ഒരുപക്ഷെ നീ എർത്തിൽ താമസിക്കുന്ന ഒരു ഏലിയൻ ആയിരിക്കാം എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ യോയും പറയുന്നുണ്ട്, ആ അത് കൊള്ളാലോ, വാമ്പയർ പന്നും ഏലിയൻ യോയും. ഈ സമയം നമ്മുടെ പന്നം പറയുന്നുണ്ട്, ഏലിയനും വാമ്പയറും കല്യാണം കഴിക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കാൻ. അപ്പോഴാണ് നമ്മുടെ യോയും, നീ എന്തിനു മണ്ടത്തരമായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പന്ന് പറയുന്നുണ്ട്, മണ്ടത്തരമായിരിക്കാം, പക്ഷെ അത് ചെയ്യാൻ പറ്റും, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാമെന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ പന്ന് അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള റിംഗ് എടുക്കുകയാണ്. നിന്റെ ഹൃദയം കൊണ്ട്, നീ മനസ്സുകൊണ്ട് ഇതിനൊന്ന് നോക്കിയാൽ മതി, നിനക്കിത് കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവൻ അത് കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം നീ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നാണെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് മറ്റാർക്കും കാണാൻ കഴിയില്ല, ഇത് നമുക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ, കാരണം ഇത് നമ്മുടെ ലവ് ആണെന്ന് പറയാണ്. ഒരിക്കലും ഈ റിംഗ് മാറ്റാനേ പാടില്ല, ഇനി എപ്പോഴെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിംഗിനകത്തൊന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യോയോട് ചോദിക്കുന്നുണ്ട്, എന്റെ റിംഗ് എന്തിയെ, എനിക്കും വേണമെന്ന് പറഞ്ഞ് നമ്മുടെ യോയും അവന് റിംഗ് ഇട്ട് കൊടുക്കുന്ന പോലെ കാണിക്കാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും കല്യാണം കഴിച്ചതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ്. ഞാനിപ്പോ ഒരു വാമ്പയറിനാണോ കല്യാണം കഴിച്ചിരിക്കുന്നത്, തുടക്കത്തിൽ എനിക്ക് പന്നിനോട് ഒരു ചെറിയ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു, പക്ഷെ ഇപ്പോ അതെങ്ങനെയാണ് ഒരു ലവിലേക്ക് മാറിയതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തിലിരിക്കുകയാണ്. പന്നും അവന്റെ റിംഗിൽ നോക്കിയിട്ട് ഒത്തിരി സന്തോഷത്തിലിരിക്കുകയാണ്. അവരും ചിന്തിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും ഈ ഒരു റിംഗ് സൂക്ഷിച്ചു വെക്കുമെന്ന്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ പന്ന ഉറക്കം എണീക്കുന്നത് സോംചായെ കണ്ടുകൊണ്ടാണ്. അവൻ അവന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. സോംചായ് അവനോട് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം നിന്റെ യോയുമായിട്ടുള്ള അവസാനത്തെ ദിവസമാണ്, അതുകൊണ്ട് ബായി പറയാനും വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നോളൂ എന്ന് പറയാണ്. എന്താ നിനക്ക് എനർജി വല്ലതും വേണോന്ന് ചോദിച്ച് കുറച്ച് ബ്ലഡ് കൊടുക്കാണ്. പക്ഷെ പന്നം അത് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ യോയുടെ ബ്ലഡ് ഒന്ന് ട്രൈ ചെയ്യാം, അവന്റെ ബ്ലഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ ആരോ ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പന്നിനോട് സോംചായ് പറയുന്നുണ്ട്, ചിലപ്പോ യോ ആയിരിക്കും, ചെല്ലെന്റെ കുഞ്ഞനിയ, നീ നിന്റെ അവസാന ദിവസം അവനുമായിട്ട് അടിച്ചു പൊളിച്ച് തന്നെ ജീവിക്കുക എന്ന് പറയാണ്. കാരണം നാളെ എന്തായാലും അവൻ എന്റേതാകുമെന്ന് സോംചായ് പറയുമ്പോൾ പന്നിന് ഒത്തിരി ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ കൂടുതൽ പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അടുത്ത രംഗത്തില് യോയും പന്നും കായും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം നമ്മുടെ പൻ കായോട് പറയുന്നുണ്ട്, ഇനി മുതൽ ഈ റെസ്റ്റോറന്റ് നീ ഏറ്റെടുത്ത് നടത്തണം, ഇത് ഞാൻ
നിനക്ക് തരികയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കായ് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ റെസ്റ്റോറന്റ് എന്നെക്കാളും നല്ല രീതിയിൽ നീയാണ് നോക്കുന്നത് എന്ന് പറയാണ് നമ്മുടെ പൻ. നീ എന്തേ പറയുന്നത്? ഈ റെസ്റ്റോറന്റ് നമ്മളെ എല്ലാവരുടെയുമാണ്. നീ ഇപ്പോ വളരെ വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുകയാണ്. പന്നെടുത്ത ഈ ഒരു തീരുമാനം എന്ത് കാരണത്തിലാണ് അവൻ എടുത്തതെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്ന കാണണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കണം. നെക്സ്റ്റ് എപ്പിസോഡ് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡാണ് ഈ ഡ്രാമയുടെ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.